ഈ പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾ ഈ പന്തളം അല്ല, നമ്മുടെ പന്തളം കൊട്ടാരത്തുമായിട്ട് രക്തബന്ധമല്ല, പക്ഷേ ജീവിതത്തിലൂടെ ബന്ധമുണ്ട്. അതാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പന്തളം കൊട്ടാരം യഥാർത്ഥത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ 4 റോയൽ ഫാമിലീസാണ് ഉണ്ടായിരുന്നത്. ചേര, ചോള, പാണ്ഡ്യ, പല്ലവ. ചേരന്മാരാണ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത്. ചേരളമാണ് കേരളമായി മാറുന്നത്. ചോഴന്മാർ അല്ലെങ്കിൽ ചോളന്മാരാണ് പൊന്നിയൻ സെൽവൻ, നമ്മുടെ PS1 PS2 ഒക്കെ, രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ, ഗംഗൈക്കൊണ്ട ചോളൻ, ഇവരൊക്കെ ഉണ്ടാകുന്നത്. പല്ലവനാണ് ബോധിധർമ്മൻ. സൂര്യയുടെ ഒരു സിനിമ പലർക്കും ഓർമ്മയാണ്, 7ാം അറിവ്. മറ്റേ പല്ലവന്മാർ ബ്രാഹ്മണരും കൂടെയാണ് ഒരുപാട് പേർ. അവരാണ് കുങ്ഫു ഒക്കെ, നമ്മുടെ കളരിപ്പയറ്റാണ് അവരുടെ കുങ്ഫു, അതാണ് പല്ലവൻ. അതേപോലാണ് പാണ്ഡ്യൻ. ഈ അയ്യപ്പൻ്റെ അമ്മ മായ ഈ പാണ്ഡ്യ റോയൽ ഫാമിലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പാണ്ഡ്യന്മാർ ഏകദേശം 950-1000 റേഞ്ചിൽ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വരികയും മധുര മീനാക്ഷി അടക്കമുള്ള അവരുടെ കുലദേവതയെ കൊണ്ടുവരികയും കൈപ്പുഴ തമ്പാൻ എന്നൊരാളുടെ നിന്ന് സ്വത്ത് മേടിച്ച്, ചില ആൾക്കാർ പറയുന്നത് പാണ്ഡ്യ അളം അതാണ് പന്തളമായി മാറിയെന്നാണ്. പാണ്ഡ്യളം അതാണ് പന്തളമായി മാറിയെന്നാണ്. അങ്ങനെ ഒരു തിയറിയുണ്ട്. അവിടെ സ്വരൂപം അല്ലെങ്കിൽ കോവിലകം അല്ലെങ്കിൽ കൊട്ടാരം സ്ഥാപിച്ചു. അവിടെ ജനിച്ച രാജശേഖരൻ്റെ സഹോദരിയായ മായയുടെ മകനാണ് മിസ്റ്റർ മണികണ്ഠൻ. ഞാൻ ദൈവമാണ്, എനിക്ക് അത് വേറെ, ഞാൻ ചരിത്രത്തിൻ്റെ ഭാഷയെ പറയുകയാണ്. മിസ്റ്റർ മണികണ്ഠൻ. ഈ മിസ്റ്റർ മണികണ്ഠൻ ജനിച്ച കാലത്ത് ഹിന്ദു മുസ്ലിം സ്പർദ്ധ പോലെ ശൈവരും വൈഷ്ണവരും തമ്മിൽ വലിയ അടിയായിരുന്നു. അതാണ് സാറിന് ഓർമ്മ കാണും, ദശാവതാരം എന്നൊരു സിനിമയുണ്ടായിരുന്നു കമലഹാസൻ്റെ. കമലഹാസൻ വൈഷ്ണവൻ, നെപ്പോളിയൻ ശൈവൻ, ഇവർ തമ്മിലുള്ള ക്ലാഷാണ് കാണിക്കുന്നത്. അയ്യപ്പനാണ് ഈ വിഷയം സോൾവ് ചെയ്തത്. മണികണ്ഠനെ അങ്ങനെയാണ് അയ്യപ്പൻ എന്ന് വിളിച്ചത്. ശരിക്കും പുള്ളിയുടെ പേര് അയ്യപ്പൻ എന്നല്ല. അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ചവൻ, അതാണ് അയ്യപ്പൻ.